ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബലദേവ് പറഞ്ഞ കാര്യങ്ങൾ മറുപടി പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞതിന് മറുപടി പറയാം. ബലദേവ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് മുംബൈയുമായി നിങ്ങൾ താരതമ്യപ്പെടുത്തി, നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളുമായി താരതമ്യപ്പെടുത്തും. ഇന്ത്യ മഹാരാജ്യത്ത് മുംബൈ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ മഹാരാഷ്ട്ര എന്ന് പറയപ്പെടുന്ന സംസ്ഥാനവും കേരളവും തമ്മിൽ നിങ്ങൾ തുലനം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെക്കാൾ ഒരു പ്രത്യേകതയും കേരളത്തിൽ കാണാൻ സാധിക്കുന്നില്ല. എന്നിടത്താണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനാകുന്നത്. അവിടെ നടക്കുന്ന വിദേശ ആളുകളുടെ വരവും അവിടെ നടക്കുന്ന വിനിമയങ്ങളും അവിടെ നടക്കുന്ന ബിസിനസ്സുകളും അതിനൊക്കെ രീതിയും കേരളത്തിലെ കാര്യങ്ങളും നമ്മൾ തുലനം ചെയ്തു എന്നുള്ളിടത്താണ് നിങ്ങളുടെ രാഷ്ട്രീയ അറിവ് കുറവെന്ന് ഞാൻ പറയില്ല, അഭിനയം എന്ന് പറയപ്പെടുന്നത്. രണ്ട്, നിങ്ങൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് കേരളത്തിനോട് പറഞ്ഞത്? സാർ, നമ്പർ 1 മദ്യമുക്ത കേരളം, അതാണോ നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയത്? നമ്പർ 2 ബാറല്ല തുടങ്ങാൻ തീരുമാനിക്കുന്നത്, സ്കൂളാണ്. മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളല്ല, നിങ്ങളുടെ ഇങ്കുലാപ്പ് വിളിക്കുന്ന ആൾക്കാരില്ലേ, അവർ വിളിച്ച മുദ്രാവാക്യവും നിങ്ങളുടെ നേതാക്കന്മാരില്ലേ, പോളിറ്റ് ബ്യൂറോ അടക്കം ഇങ്ങനെ നിരന്നിരുന്ന നേതാക്കന്മാർ, അവർ പറഞ്ഞതുമാണ് കേരളത്തിൽ ഞങ്ങൾ ബാറുകളല്ല തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, സ്കൂളുകളാണെന്ന്. എന്നിട്ടാണല്ലോ PMC പദ്ധതിയുടെ കോടിക്കണക്കിന് ഉറുപ്പ്യ കിട്ടുന്നത് കുട്ടികളുടെ അവകാശത്തെ വേണ്ട എന്ന് വെച്ചിട്ട് അതിൻ്റെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ തകർന്നടിഞ്ഞ് വീണ് ഉച്ചകഞ്ഞി കൊടുക്കാൻ പോലും പറ്റാത്ത പാവപ്പെട്ട കുട്ടികളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് സർക്കാർ മാറിയത്. പിന്നെ നിങ്ങൾ എന്താണ് രണ്ടാമത് പറഞ്ഞത്? ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ, 10 കൊല്ലം കൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ബാറുകളുടെ വികസനം ഒന്ന് പറഞ്ഞേ. നിങ്ങൾ എത്ര ബാറുകൾക്ക് എണ്ണം കൊടുത്തു? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഏത് മേഖലയാണ് ബാറ് തുറന്നതിൻ്റെ പേരിൽ വികസിപ്പിച്ചത്? ഏത് മേഖലയുടെ വളർച്ചയാണ് വലിയ ക്രമാതീതമായി ഉയർന്നത്? നിങ്ങളുടെ ബാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉളുപ്പും നാണവുമില്ലാതെ നാളെ നിങ്ങൾ പാവപ്പെട്ടവർക്ക് കിറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പൈൻറ്റ് കുപ്പി വെച്ച് കൊടുക്കും നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ അത് പറയും അത് ജനങ്ങളോടുള്ള ബാധ്യതയാണെന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ എന്തെങ്കിലും 10 വോട്ട് കിട്ടാൻ പറ്റുമോ നോക്കുന്ന നാണം കെട്ട രാഷ്ട്രീയ നിലപാടുകളുടെ എല്ലാവിധ തരത്തിലുള്ള കാര്യങ്ങളും ഏറ്റെടുക്കുന്ന പാർട്ടിയായി ഇടതുപക്ഷവും അങ്ങനെ ഒരു സർക്കാർ ഈ നാടിനും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദയനീയത. 3, കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? BJP പ്രതികരിച്ച് കണ്ടില്ലെന്നോ? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ച് കണ്ടില്ല എന്ന് പറഞ്ഞാൽ പത്രവും അതുപോലെ തന്നെ TV-യും അതുപോലെ തന്നെ ദൈനംദിന ടൈമുകളിൽ കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് അങ്ങ് ഒരു മാധ്യമ ചർച്ചയ്ക്കൊക്കെ പോകുന്ന ആള് മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ എന്താണ് പറഞ്ഞതെന്ന് ഒന്ന് തിരഞ്ഞു നോക്കിയിട്ടും ഒന്ന് കണ്ടിട്ടുമൊക്കെ വരണമായിരുന്നു. അങ്ങയുടെ അറിവ് കുറവ് എന്ന് ഞാൻ പറയില്ല, കാര്യങ്ങളിൽ അല്പം ഒന്നും കൂടി ശ്രദ്ധ വേണമെന്നുള്ള ഒരു അഭിപ്രായം അങ്ങയോട് ഞാൻ പറയാണ്. പിന്നെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു വന്ന് ഉല്ലാസ് ബാബു പറഞ്ഞതല്ല, കേരളത്തിൻ്റെ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായ MP രാജേഷ് നിങ്ങളുടെ പ്രതിപക്ഷത്തിന് കൂടി അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞല്ലോ, 1 കൊല്ലം മുൻപ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് 6 മാസമായാലും 1 കൊല്ലമായാലും വേണ്ടില്ല, ബാറുകാർ വന്ന സമയത്ത് ഞാനെന്ത് പറയാനാ എന്ന് പറഞ്ഞ് നിങ്ങൾ നിലപാടെടുത്തോ? ഞാൻ എന്നെ ബാറുകാർ വന്ന് കണ്ടിരുന്നു, ഒരു കാരണവശാലും സർക്കാർ എടുക്കുന്ന തീരുമാനത്തിന് അംഗീകരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്ന് MP രാജേഷ് ഈ പറഞ്ഞ കാര്യത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയല്ലല്ലോ മറുപടി പറയേണ്ടത്. അഴകുഴമ്പൻ ശൈലിയിൽ പറഞ്ഞില്ലേ, കൃത്യമായി കേരളത്തിലെ മന്ത്രി അതോറിറ്റിയാണ് പറഞ്ഞത് എന്ത് പ്രതിപക്ഷത്തിന് കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനമാണെന്ന്. അപ്പൊ മന്ത്രി പറഞ്ഞത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് അറിയാമെന്നുണ്ടെങ്കിൽ അത് അറിയാൻ മന്ത്രി പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് കൃത്യമായി മന്ത്രിക്കെതിരെ കേസ് കൊടുക്കാമായിരുന്നില്ലേ? നുണപ്രചരണം നടത്തി പ്രതിപക്ഷ നേതാവിനെ നിങ്ങളെന്താ കേസിന് പോകത്തെ? നിങ്ങളെന്താ പരാതി കൊടുക്കാത്ത? മാധ്യമങ്ങളുടെ മൈക്കുകൾക്ക് മുമ്പിൽ ഗിമ്മിക്ക് കാണിക്കുന്ന നാണംകെട്ട രാഷ്ട്രീയ നാടകങ്ങൾ സതീശൻ വീണ്ടും അരങ്ങേറി എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അതിനകത്ത് സംഭവിച്ചില്ല. പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷത്തിൽ നിന്ന് 10 കൊല്ലം ഇരുന്നിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ, കാർഷിക, തൊഴിൽ മേഖലകളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു നയം സർക്കാർ കൊണ്ടുപോകുമ്പോ നിങ്ങളുടെ ആളുകൾ എന്ത് ചെയ്യുന്നതാ പറഞ്ഞേ? നിങ്ങളുടെ ആളുകൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ കയറി പോകുന്നതിൽ, അന്യരാജ്യങ്ങളിലേക്ക് കയറി പോകുന്നതിൽ എന്ത് നിലപാടാണ് എടുത്തേ? ടൂറിസം തകർന്നതിൽ എന്ത് നിലപാടാണ് എടുത്തേ? വിദ്യാഭ്യാസം തകർന്നതിൽ എന്ത് നിലപാടാണ് എടുത്തേ? കാർഷിക മേഖല തകർന്നതിൽ എന്ത് നിലപാടാണ് എടുത്തേ? തൊഴിൽ മേഖല തകർന്നതിൽ എന്ത് നിലപാടാണ് എടുത്തേ? ക്ഷീര വ്യവസായ തകർന്നതിൽ എന്ത് നിലപാടാണ് എടുത്തേ? നാണം കെട്ട പ്രതിപക്ഷമായിട്ട് 10 കൊല്ലം ഈ കേരളത്തിന്റെ നികുതി പണം കഴുത്തു തിന്നല്ലാതെ എന്താണ് നിങ്ങളുടെ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ചെയ്തത്? എളുപ്പമില്ലാതെ ഞങ്ങളെ ന്യായീകരിക്കാൻ പറ്റില്ല. നാണം കെട്ട പ്രവർത്തനത്തിന് കൂട്ടുനിന്ന് അതിന്റെ കൂട്ടം പറ്റിയിട്ട് അതിന്റെ പുത്തൻ പച്ചനോട്ടുകൾക്ക് മുമ്പിൽ പകച്ചു നിന്നുപോയിട്ട് സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് തീരുമാനങ്ങൾക്ക് കൈ ഇടപെടുകയാണ്. ഉളുപ്പമില്ലാതെ ചാനലിൽ വന്ന് ന്യായീകരിക്കുന്നു. ശരി.